Dear students, welcome to English class. Language elements, questions from exam focus suggested by the exam board. ഇന്നലെ പഠിച്ചതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നലെ നമ്മൾ പഠിച്ചു ഒരു വാചകം രൂപപ്പെടുത്തപ്പെടുന്നത് അതിൻ്റെ പാറ്റേൺ അനുസരിച്ചാണെന്ന്. എന്താണ് പാറ്റേൺ? ഒരു വാചകത്തിൽ either in Malayalam or in English or in any language, sentence has a structure. In any language, sentence begins with the subject and it is followed by either object or verb. In Malayalam it is followed by object. Sachin cricket കളിക്കുന്നു. But in English, subject is followed by verb. Sachin plays cricket. So, there may be difference or variation between the pattern of different languages. വ്യത്യസ്ത ഭാഷകളിലെ വാചകങ്ങളിൽ ഉപയോഗിക്കുന്ന പാറ്റേണിന് ആ സ്ട്രക്ചറിന് ആ ഘടനയ്ക്ക് വ്യത്യസ്ത രൂപങ്ങളായിരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന ഒരു കുട്ടിയോട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് പാറ്റേൺ, ദാറ്റ് ഈസ് സ്ട്രക്ചർ. ഇവിടെ വളരെ എളുപ്പമാണ്. പാറ്റേൺ നമ്മൾ എഴുതേണ്ട കാര്യം പോലുമില്ല. ഒരു പ്രത്യേക പാറ്റേണിൽ വാചകം തരുന്നു, ആ പാറ്റേൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതേ പാറ്റേണിൽ അതേപോലെ വാചകം രൂപപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ അറിയണം ഏത് ഘടനയിലാണ് ആ വാചകം വന്നതെന്ന്. അപ്പോഴതേ ഒരു ഘടനയിൽ നമുക്ക് ഒരു മോൾഡ്, ആ അച്ചുണ്ടെങ്കിൽ ആ അച്ചിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ വാർത്തെടുക്കുന്നത് പോലെ ഒരു ഘടനയിൽ എത്രയോ വാചകങ്ങൾ ഉണ്ടാക്കാം. നോക്കൂ, ക്വസ്റ്റ്യൻ പേപ്പർ ആ മോഡലിൽ തന്നിരിക്കുന്നത് ഒന്ന്, ഹോമിയോപ്പത്ത് ഈസ് സ്മാർട്ട്. സ്നേക്ക് ആൻഡ് മിററിലെ ഹോമിയോപ്പത്ത്. സബ്ജക്റ്റ് ഹോമിയോപ്പതിനെ പറ്റിയാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് സബ്ജക്റ്റ്. എന്നാൽ നൗൺ എന്ന് അവിടെ എഴുതി പോവരുത്, കർത്തൃഭാഗം എഴുതണം. എന്നാൽ ഇവിടെ ആകട്ടെ ഈസിന് സബ്ജക്റ്റ് എഴുതിയിട്ട് പ്രെഡിക്കേറ്റ് എന്ന് എഴുതാനും പാടില്ല, വേർബ് എന്ന് തന്നെ എഴുതണം. ഇതാണ് പാറ്റേണ്ടത്. അപ്പം പാറ്റേൺ എഴുതാൻ ചോദിക്കാം ചിലപ്പോഴേ. ഈ 3 വാചകങ്ങൾ തന്നിട്ട് അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മളതിന് ഈ 3 വാക്ക് എഴുതാനേ ഉണ്ടാവുള്ളൂ. ഇവിടെ തന്നിരിക്കുന്നത് ആ വാക്ക് എഴുതണ്ട, പകരം അതേമാതിരി പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് അതേ തരത്തിലുള്ള വാചകം രൂപപ്പെടുത്താനാണ്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ ഒന്നാമത്തെ അവർ തന്നിരിക്കുന്ന വാചകം നോക്കൂ, ഹോമിയോപ്പത്ത് ഈസ് സ്മാർട്ട്. നോക്കൂ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രിയ ഇവിടെ ബി ഫോമാണ്. ഇത്തരം വാചകങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. പിന്നീട് വരുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കില്ല. ക്രിയ പ്രവൃത്തിയാണെങ്കിൽ പിന്നീട് വരുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും. ക്രിയ ഇവിടെ അവസ്ഥയാണ്, ഇറ്റ്സ് എ കണ്ടീഷനാണ്, ഇറ്റ്സ് അതിൻ്റെ സ്റ്റേറ്റാണ്, അതിൻ്റെ അവസ്ഥയാണ്. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഹിയർ, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഹിയർ? ഹോമിയോപ്പത് വളരെ സ്മാർട്ടാണ്. അപ്പോൾ ഹോമിയോപ്പത് തന്നെയാണ് സ്മാർട്ട്. സ്മാർട്ടായ ആൾ ഹോമിയോപ്പത് തന്നെയാണ്. സബ്ജക്റ്റ് പാർട്ടിൽ നിൽക്കുന്നത്, ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതും ഒരേ ആൾ തന്നെയാണ്. അത് പരീക്ഷയ്ക്ക് പണ്ടും ചോദിച്ചിട്ടുണ്ട്. ഐ ആം എൻ ഇന്ത്യൻ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഐ തന്നെയാണ് ഇന്ത്യൻ. അതുകൊണ്ട് ഐ ആം ഇന്ത്യൻ എന്നതിന് സബ്ജക്റ്റ് വെബ് ഒബ്ജക്റ്റ് എന്ന് കണ്ണും പൂട്ടി എഴുതി വെച്ചാൽ തെറ്റി. ഞാൻ ആമാ വന്നത്, അതുകൊണ്ടത് പിന്നീട് വരുന്ന ഒബ്ജക്റ്റ് ആയിരിക്കില്ല. അകത്ത് ഇതേ വാചകം തന്നെയാണ്, ഐ തന്നെയാണ് ഇന്ത്യൻ. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അത് കോംപ്ലിമെൻ്റ്, അതിനെയാണ് പൂരകം എന്ന് പറയുന്നത്. സി കോംപ്ലിമെൻറ്റ്, CIMPLEMENT. അതാണ് ഇവിടെയും ചോദിച്ചത്. പലതവണ ചോദിച്ച ചോദ്യമാണത്. അതിൻ്റെ രീതി ഒന്ന് മാറ്റി. ഐ മീൻ ഇന്ത്യൻ എന്ന് ചോദിച്ചതിൻ്റെ പാറ്റേൺ എഴുതാൻ പറഞ്ഞു. അപ്പോൾ പലരും എഴുതി വെക്കും സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, ഇത് കണ്ണും പൂട്ടി അവിടെ എഴുതി വെക്കും. ഇതാണ് പാറ്റേൺ എന്നുള്ള രീതിയിൽ. ആണ് സബ്ജക്റ്റും വെർബും ഉണ്ട്, ഒബ്ജക്റ്റ് അല്ല, കോംപ്ലിമെൻ്റ് ആണ്. പക്ഷേ അവർ കണ്ടാൽ തന്നെ അറിയുമോ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ള കാര്യം. എന്നാലും
അതിൻ്റെ പകുതി മാർക്ക് കിട്ടുകയും ചിലപ്പോൾ 1 മാർക്ക് ഉണ്ടെങ്കിൽ 1/2 മാർക്ക് ഇട്ട് വരും. നോക്കൂ, ഹോമിയോപ്പതി സബ്ജക്റ്റാണ്, ഈസ് വെബാണ്. അതിന് ഹോമിയോപ്പത് എന്ന ആ ബഷീറാകുന്ന ഡോക്ടറെ കുറിച്ചുള്ള പദമാണ് ഇത് സ്മാർട്ട്. സോ ദ പാറ്റേൺ ഈസ് SVC. സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെൻറ്റ്. സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെൻറ്റ്. എന്താ കോംപ്ലിമെൻറ്റ്? വിശേഷണമായിട്ടോ പൂരകമായിട്ടോ 2 തരത്തിൽ പറയാം. ദ റോസ് ഈസ് ബ്യൂട്ടിഫുൾ. ഇങ്ങനെ വന്നാൽ എന്തെഴുതും? സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെൻ്റ് എന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് ബ്യൂട്ടിഫുൾ എന്നുള്ള പദമായതുകൊണ്ട് അത് റോസിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് സബ്ജക്റ്റ് വെർബ് അഡ്ജക്റ്റീവ് എന്ന് എഴുതുന്നതാണ് നല്ലത്. എന്നാൽ റോസ് ഈസ് എ ഫ്ലവർ എന്ന് വന്നാൽ റോസ് തന്നെയാണ് ഫ്ലവർ, ഫ്ലവർ തന്നെയാണ് ഇവിടെ റോസ്. അതുകൊണ്ട് അഡ്ജക്റ്റീവ് എന്നല്ല എഴുതേണ്ടത്, കോംപ്ലിമെൻ്റ് എന്ന. അപ്പം ഘടന മനസ്സിലാക്കാനുണ്ട്, സ്ട്രക്ചർ മനസ്സിലാക്കാനുണ്ട്, പാറ്റേൺ വാക്ക് ഏതാണെന്ന് മനസ്സിലാക്കാനുണ്ട്. ഹോമിയോപ്പത്ത് ഈസ് സ്മാർട്ട്. ഇതുമാതിരി നമ്മളോട് എഴുതാൻ പറഞ്ഞു. സോ നൗ വി കുഡ് സി ദ പാറ്റേൺ SVC. സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെൻറ്റ്. വൈ ഇറ്റ് ഈസ് കോംപ്ലിമെൻറ്റ്? ഇറ്റ് ഈസ് ദ റെഫറൻസ് ഓഫ് ദി സബ്ജക്റ്റ് ഇറ്റ് സെൽഫ്. ഇനി അതേമാതിരി ഇതാ അവർ കൊടുത്തത്, ഇനി നമുക്ക് വേറെ 3 എഴുതാം. അവർ കൊടുത്ത് നോക്കൂ. റിസ്കിൻ ബോണ്ട് ഹോമിയോപ്പതിയിൽ കൊടുത്തു. ഈസ് എ റൈറ്റർ. കണ്ടോ? അപ്പോൾ റസ്കിൻ ബോണ്ട് തന്നെയാണ് റൈറ്റർ. റസ്കിൻ ബോണ്ട് തന്നെയാണ് റൈറ്റർ. അതുകൊണ്ട് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് എഴുതി വെക്കാൻ പാടില്ല. ഇത് ഈ അത്തരത്തിൽ പെർപ്പെട്ട വർബല്ല. മാഷ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ കാണിക്കുന്ന അവസ്ഥാവിശേഷം കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ തന്നെയാണ് സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെൻറ്റ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം S+V+C. കണ്ടോ? S+V+C. ഇത് 2 അവർ കൊടുത്താണ്. ഇനി രണ്ടാമത്തെ വാചകം അവർ കൊടുത്ത വാക്കിൽ നിന്ന് ഒരു വാക്കിനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം അവിടെ കൊടുത്തിരുന്ന ഓക്സിലറി മാത്രം നമുക്ക് തന്നിരിക്കുന്നത് കൊടുത്ത്. അങ്ങനെ കൊടുത്താൽ അത് നമുക്ക് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആണ്. ഹി അക്വയേർഡ് മെനി ഫ്രണ്ട്സ്. നമ്മൾ പറയുന്നു ടാഗോർ റോട്ട് ഗീതാഞ്ജലി. ഗീതാഞ്ജലി വാസ് റിട്ടൺ ബൈ ടാഗോർ. സച്ചിൻ പ്ലേഡ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് വാസ് പ്ലേഡ് ബൈ സച്ചിൻ. രാമ കിൽഡ് രാവണ. രാവണ വാസ് കിൽഡ് ബൈ രാമ. ഇങ്ങനെ പറയാൻ പറ്റണം. ഇതാണ് തെളിവ്. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണെന്നുള്ളതിൻ്റെ തെളിവ്. അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ, അത്തരത്തിൽപ്പെട്ടൊരു ക്രിയ ഇല്ലെങ്കിൽ, ഓക്സിലറി മാത്രം വെച്ച് എഴുതുകയാണെങ്കിൽ അത് നമുക്ക് പാസീവ് വോയിസ് ആക്കാൻ പറ്റില്ലെങ്കിൽ അതിനെ സാധാരണഗതിയിൽ ഫുൾ മീനിങ് ഉള്ള SVO പാറ്റേൺ ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു വാക്ക് മാറ്റിയിട്ടാണ് തന്നിരിക്കുന്നത്. ഹി അക്വയേർഡ് മെനി ഫ്രണ്ട്സ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഹി ഹാസ് മെനി ഫ്രണ്ട്സ്. പക്ഷേ നിങ്ങൾക്ക് പാസീവ് ആക്കാൻ നേരം ബുദ്ധിമുട്ടില്ലേ? ഇവിടെ ആക്കാലോ. He acquired many friends. Many friends have been acquired by him. അതുകൊണ്ട് ഞാൻ ഹാസിനെ അവിടുന്ന് മാറ്റി ഞാൻ എന്ത് പദം വെച്ചു? അവൻ എത്രയോ കൂട്ടുകാരെ കൈവശപ്പെടുത്തി, ആർജിച്ചു, സ്വായത്തമാക്കി, സ്വന്തമാക്കി. അതാണ് acquired. അപ്പോൾ ഹി സബ്ജക്റ്റ്, acquired verb, many friends ഒബ്ജക്റ്റ്. ഞാനങ്ങനെ എഴുതാൻ കാരണം അവർ തന്നിരിക്കുന്ന രണ്ടാമത്തെ അതിനുള്ള ആൻസർ ഇങ്ങനെ അവർ തന്നത്. ഈ പാറ്റേണിലല്ല അവർ രണ്ടാമത്തെ ഉത്തരം തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഉത്തരം അവർ തന്നിരിക്കുന്നത്, പോസിബിൾ ആൻസർ തന്നിരിക്കുന്നത് ഹി റോട്ട് മെനി സ്റ്റോറീസ്. അങ്ങനെ പറയണമെങ്കിൽ ചോദ്യം ഇങ്ങനെ ആയിരിക്കണ്ടേ? അവിടെ തന്നത് ഹി ഹാസ് എന്നുള്ള രീതിയിലല്ല തന്നിരിക്കുന്നത്. സിംഗിൾ വേർബ് വെച്ചാണ് തന്നിരിക്കുന്നത്, പാസ്റ്റ തന്നിരിക്കുന്നത്. അതുകൊണ്ട് സിംഗിൾ വേർബ് വെച്ചാണ് നമുക്കിവിടെ വേണ്ടത്. അത് തന്നെയായിരുന്നു അത് ചോദ്യത്തിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹി അക്വയേർഡ് മെനി ഫ്രണ്ട്സ്. ഇതാണ് രണ്ടാമത്തെ പാറ്റേൺ. ആരാണ് സബ്ജക്റ്റ്? ഹി. എന്താണ് വെർബ്? അക്വയേർഡ്. ആരെ ആർജിച്ചു? എന്തിനെ ആർജിച്ചു? സുഹൃത്തുക്കളെ ആർജിച്ചു. കൃത്യമായി തരണ്ടല്ലോ. അപ്പം വെർബിനോട് ചോദിച്ചാൽ മതി ആരെ, എന്തിനെ. ഇങ്ങനെ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ് ഒബ്ജക്റ്റ്. രാമൻ കൊന്നു. ആരെ കൊന്നു? രാവണനെ കൊന്നു. അവൾ കഴിച്ചു. എന്ത് കഴിച്ചു? ഫുഡ് കഴിച്ചു. ഇങ്ങനെ ഉത്തരം കിട്ടും. അങ്ങനെ ഉത്തരം കിട്ടണം. നോക്കൂ, ഹി അക്വയേർഡ് മെനി ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് പാറ്റേൺ? S+V+O.
ഇനി അതിനുള്ള ഒരു തന്ന പോസിബിൾ ആൻസർ നോക്ക്. ഹി റോട്ട് മെനി സ്റ്റോറീസ്. കണ്ടോ? ഹി അക്വയർഡ് പകരം റോട്ട്, മെനി ഫ്രണ്ട്സിന് പകരം മെനി സ്റ്റോറീസ്. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ തന്നാൽ ഇതേമാതിരിയാണ് ഉത്തരം. അപ്പോൾ ഇതൊക്കെ കയ്യിൽ വന്നിട്ടും നമ്മളോട് ഇത് നോക്കണം എന്ന് പറഞ്ഞിട്ടും നമ്മളിത് നോക്കാതെ പരീക്ഷയ്ക്ക് പോലെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇതാണ് പോസിബിൾ ക്വസ്റ്റ്യൻസ്. പ്രത്യേകിച്ചും ഇക്കൊല്ലത്തെ പ്രത്യേക അവസ്ഥയിൽ വേറെ അധികം ഡിസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇടില്ല. അതുകൊണ്ട് നമുക്ക് എക്സാം ഫോക്കസ് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ അത്രയും കവർ ചെയ്യണം. ആ കവർ ചെയ്ത് കഴിഞ്ഞാൽ എനി സ്റ്റുഡൻറ്റ് ക്യാൻ അക്വയർ A+ ഇൻ ഇംഗ്ലീഷ്. ഇനി നമുക്ക് മൂന്നാമത്തേലേക്ക് വരാം. 4 പദങ്ങളുണ്ട്. ഹി സബ്ജക്റ്റ്, meets MEETS, he meets verb, them object, he meets them subject verb object, they are met by him passive ആക്കാം, and subject verb object ആണ്. പക്ഷേ ഇവിടെ ഒരു സാധനം കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈ എവറി ഡേ എന്നുള്ളത് ആ മീറ്റ്സിനെ വിശേഷിപ്പിക്കുന്ന ആഡ്വർബായിട്ടോ ആഡ്വർബിയലായിട്ടോ പറയാം. കാരണം പ്രിപ്പോസിഷൻ്റെ പദമാണ് രണ്ടാമത്തെ അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആഡ്വർബായിട്ട് പോയിക്ക് എവരി എന്നുള്ളത് ആഡ്വർബാണ്, വെരി എന്നുള്ളത് ആഡ്വർബാണ്. നോക്കൂ, ദ ബേർഡ് ഫ്ലൈസ് ഫാസ്റ്റ്, ദ ബേർഡ് ഫ്ലൈസ് വെരി ഫാസ്റ്റ്. ഫാസ്റ്റിൻ്റെ ആഡ്വർബാണ് എന്ത്? വെരി. അപ്പം ഡേയുടെ ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എവരി ഉപയോഗിക്കാൻ പറ്റുന്നത്, എവരി ഡേ. അത് പക്ഷേ എങ്ങനെയാ? മീറ്റ്സ്, കണ്ടുമുട്ടുന്നു, അവർ ക്ലാസ്സിൽ പോകുന്നു. ഷീ ഗോസ് ടു ദ ക്ലാസ് റെഗുലർലി. കണ്ടോ? അഡ്വർബാണല്ലോ. ഷീ ഗോസ് ദ ക്ലാസ് റെഗുലർലി. അതുപോലെ തന്നെയുള്ള എവരി ഡേ. അങ്ങനെ കണ്ടുപിടിക്കണം, അർത്ഥം വെച്ച് കണ്ടുപിടിക്കണം. അഡ്വർബിയലാണെന്ന്, ഇത് അഡ്വർബിയലാണ്. അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഹീ മീൻസ് സബ്ജക്റ്റ് verb object adverbial, subject verb object adverbial. അതുമാതിരി പാറ്റേൺ എഴുതണം. അതാണ് അവർ ഉത്തരം അവർ തന്നെയാണ്. ഹീ പബ്ലിഷ്ഡ് ദം ഇൻ ജേണൽസ്. അദ്ദേഹം ധാരാളം കഥകൾ എഴുതി. ആ ആളെ പറ്റി വീണ്ടും പറയുന്നു. ഹീ റോട്ടിന് പകരം ഇവിടെ കൊടുത്തു പബ്ലിഷ്ഡ്. ഇവിടെ എന്താ കൊടുത്തത്? ഹീ മീറ്റ്സ് ദം. അതിന് പകരം ഈ പബ്ലിഷ്ഡ് ദം. കണ്ടോ? മീറ്റിന് പകരം പബ്ലിഷ് ഇട്ടു, ദമ്മിന് പകരം ദമ്മിന്. പുസ്തകങ്ങളാണ്. ഈ പബ്ലിഷ്ഡ് ദം ഇൻ ജേണൽസ്. പക്ഷെ ഇന്നലെ പഠിപ്പിച്ചതാണ് ഇൻ എന്ന പ്രിപ്പോസിഷനോട് കൂടി വരുന്നത് ആഡ്വർബിലായിരിക്കും. ഇൻ ജേണൽസ്. അപ്പോൾ സെയിം പാറ്റേണിൽ 3 വാചകങ്ങൾ എഴുതി. സോ ദെൻ ഫോർ ദ എക്സാം another 3 answers. അവർ തന്ന ചോദ്യത്തിന് നമ്മളുണ്ടാക്കുന്ന മറ്റ് 3 ഉത്തരങ്ങൾ. നമുക്ക് പാറ്റേൺ അറിയാമെന്നുള്ളത് കൊണ്ട്. ഹോമിയോപ്പതി ഈ സ്മാർട്ട് SVC. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ പാഠമാണെന്ന് മാഷ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോഴേ പറഞ്ഞതാണ്. ഇപ്പോഴവർ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിലെ ക്യാരക്ടറാണ് മിസ്റ്റർ ജോൺ. അദ്ദേഹത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. മിസ്റ്റർ ജോൺ ഈസ് ഇൻ്റലിജൻറ്റ്, നല്ല ബുദ്ധിശക്തിയുള്ള ആളാണ്. ഹോമിയോപ്പതി സ്മാർട്ട്. മാഷ് മാറ്റിയിട്ടു. മിസ്റ്റർ ജോൺ ഈസ് ഇൻ്റലിജൻറ്റ്, നല്ല സമർത്ഥനാണ്. സെയിം പാറ്റേൺ. അപ്പോഴേ നോക്കൂ, സബ്ജക്റ്റ് മിസ്റ്റർ ജോൺ, ഈസ് വേർബ്, ഇൻ്റലിജൻറ്റ് കോംപ്ലിമെൻറ്റ് SVC. സെയിം പാറ്റേണായി. സബ്ജക്റ്റ് വേർബ് കോംപ്ലിമെൻറ്റ്. അടുത്തത് ഹീ അക്വയേർഡ് മെനി ഫ്രണ്ട്സ്. ഇതാണ് നമുക്ക് അവർ പരീക്ഷയ്ക്ക് തന്നത്. ഇനി അവർ തന്ന ചോദ്യം തന്നിട്ട് ഏതായാലും ഉത്തരം അതിലുണ്ടെന്നല്ല നമ്മൾ എഴുതണമല്ലോ. ഇതേമാതിരി 3 എഴുതാൽ അതേമാതിരി 3 നമുക്ക് ഏതും പഠിച്ചു വെക്കാം. അവർ തന്ന ഉത്തരം തന്നെ എഴുതിയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി അവർക്ക് സന്തോഷം ഉണ്ടാവുക, ഇയാൾക്ക് മറ്റു തരത്തിൽ ഉത്തരം എഴുതാൻ അറിയാം എന്നുള്ളത്. അപ്പോൾ ഈ മിസ്റ്റർ ജോൺ തന്നെയാണ് ഇവിടെ പറഞ്ഞ ഹി സേവ്ഡ്, രക്ഷപ്പെടുത്തി. കണ്ടോ?
ഇവിടെ എന്താണ്? മീറ്റ്സ്. അതിന് പറഞ്ഞ് ഞാൻ പാസ്റ്റ് ടെൻസിൽ വന്നിട്ടു. ആരെ? ദം. അതിന് പകരം ഹീ അക്വയേർഡ് മെനി ഫ്രണ്ട്സ്. ഹീ അക്വയേർഡ് മെനി ഫ്രണ്ട്സ്. സോറി, അക്വയേർഡിന് പകരം അതേമാതിരി പാസ്റ്റ് ടെൻസ് ഇട്ടു. ഹീ അക്വയേർഡ്. ഹീ സേവ്ഡ്, രക്ഷപ്പെടുത്തി. ആരെ രക്ഷപ്പെടുത്തി? ഹി അക്വയേർഡ് മെനി ഫ്രണ്ട്സ്. അയാൾ പല സുഹൃത്തുക്കളെയും ആർജിച്ചു എന്ന് ഇവിടെ കൊടുത്തപ്പോൾ നമ്മളിവിടെ എഴുതി ഹി സേവ്ഡ് മെനി ചിൽഡ്രൻ. അദ്ദേഹം ധാരാളം കുട്ടികളെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിച്ചു. ഇതേ പാറ്റേൺ കണ്ടോ? ഹി അക്വയേർഡിന് പകരം സേവ്ഡ്, മെനി ഫ്രണ്ട്സിന് പകരം മെനി ചിൽഡ്രൻ. മൂന്നാമത്തത് ഹി മീറ്റ്സ് ദം എവറി ഡേ എന്നാണ് നമുക്ക് ഒരു തന്നിരിക്കുന്നത്. ഹീ അങ്ങനെ തന്നെ ഇട്ടു. ഈ വാക്കും കൊണ്ടെടുത്തു മീറ്റ്സ്. ഇവിടെ മാറ്റി ദമ്മിന് പകരം ദ ഓദർ. ഹീ മീറ്റ്സ് ദ ഓദർ. എവറി ഡേ എന്ന് കൊടുത്തില്ല, അതിന് പകരം എന്ത് കൊടുത്തു? ഇൻ എ ഷിപ്പ്. ഇവിടെ തന്നിരിക്കുന്ന അഡ്വർബിൽ മതി. അപ്പം മീറ്റ്സിന് വിശേഷണം കിട്ടിയാൽ മതി. ഇനി ഹീ മീറ്റ്സ് ദ ഓദർ ഈ ഇൻ എ ഡേ ഷിപ്പ് എന്നോ ഇൻ എ ജേണി എന്നോ അതേമാതിരി തന്നെ കഥ എന്നുള്ള ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ മാറ്റി കണ്ടോളൂ. ആര് കാണുന്നുണ്ടോ കാണുന്നില്ല അവർ നമുക്കെല്ലാം അറിയാൻ പറ്റും. കണ്ടോ? ഹി മീറ്റ്സ് ദം ദ ഓദർ റെഗുലർലി. ഇപ്പോഴേ കപ്പലിൽ വെച്ചിട്ട് അദ്ദേഹം ദിവസവും കാണുന്നുണ്ട്. നമുക്ക് പാറ്റേൺ കിട്ടിയാൽ മതി. ഇത് സത്യം വിളിച്ച് പറയുന്ന നമ്മൾ ധർമ്മോത്തരോ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. അപ്പോൾ നമുക്കിവിടെ വാചകം ഉണ്ടാക്കി. ഹി മീറ്റ്സ് സബ്ജക്റ്റ്, മീറ്റ്സ് വേർബ്, ദ ഓദർ അജക്രോൺ എന്ന ഓദറെ റെഗുലർലി. 25 കൊല്ലത്തെ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പോഴും ഷിപ്പിൽ വെച്ചൊരു ദിവസവും കാണുന്നുണ്ട്. ആ വാചകത്തിലേക്ക് വന്നു. അപ്പോഴെന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് റൈറ്റ് 3 സിമിലർ സെൻറ്റൻസസ്. ഒന്ന്, ഹോമിയോപ്പതി ഈസ് സ്മാർട്ട്. അതിന് പകരം നമ്മൾ എഴുതുന്നു മിസ്റ്റർ ജോൺ ഈസ് ഇൻ്റലിജൻറ്റ്. രണ്ടാമത്തത് ഹീ അക്വയേർഡ് മെനി ഫ്രണ്ട്സ്. അതിന് പകരം നമ്മൾ എഴുതുന്നു ഹീ സേവ്ഡ് മെനി ചിൽഡ്രൻ. മൂന്നാമത്തത് ഹീ മീറ്റ്സ് ദം എവറി ഡേ. അതിന് പകരം നമ്മൾ എഴുതുന്നു ഹീ മീറ്റ്സ് ദ ഓദർ റെഗുലർലി. സോ ദിസ് ഈസ് ദി ഗിവൺ pattern and the sample questions and the sample answers. Okay.